കേരളത്തിൻ്റെ നെല്ലറയാണ് കുട്ടനാടെങ്കിൽ ഹൈറേഞ്ചിൻ്റെ കുട്ടനാടാണ് മുട്ടുകാട്. 100 ഹെക്ടറിനടുത്തുള്ള പാടശേഖരങ്ങളാൽ സമ്പുഷ്ടമായിരിക്കുന്ന ഇവിടം ഈ വിളിപ്പേര് അന്വർത്ഥമാക്കുന്നു. ഏലക്കായും ജാതിപത്രിയും കുരുമുളകും സുഗന്ധം പരത്തുന്ന ഈ മലയോരത്ത് പൊന്നു വിളയുന്ന നെൽപ്പാടങ്ങൾ ഇന്നും ഒരത്ഭുതം തന്നെ. ഇടുക്കിയിലെ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ ഈ കൊച്ചു ഗ്രാമം സഹ്യപർവ്വത നിരകളുടെ കരുത്തിലും കാടിൻ്റെ വന്യതയിലും ലയിച്ച് അതിൻ്റെ പാരമ്യത്തിൽ പച്ച പരവതാനി വിരിച്ച് ശയിക്കുന്നു. ഇരുവശവും ലില്ലിപ്പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട റോഡരികുകൾ ഒരുപക്ഷെ നാം നിൽക്കുന്നത് കേരളത്തിലാണോ എന്ന സംശയം പോലും നമ്മിൽ ജനിപ്പിച്ചേക്കാം. മുകളിൽ മല തുരന്ന് തുരങ്കം സൃഷ്ടിച്ച ഗ്യാപ്പ് റോഡുകൾക്കരികിൽ നിന്ന് നോക്കിയാൽ മുട്ടുകാടിൻ്റെ വശ്യത ഒട്ടും ചോരാതെ ആസ്വദിക്കാം. മുട്ടുകാട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നുമുള്ള പാട്ടും ചെറിയ നീരൊഴുക്കുകളും പൂക്കളും ഈ വയലും എല്ലാം എന്നെ 25 വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി. അമ്പലവും പള്ളിയും അതിലിടകലർന്നു വസിക്കുന്ന നാനാജാതിയിലുള്ള മനുഷ്യരും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകങ്ങളാണ്. പൂപ്പാറയിൽ നിന്നും മൂന്നാർ പോകുന്ന റോഡിൽ ചിന്നക്കനാൽ എത്തുന്നതിന് മുൻപ് ഇടതുവശത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുട്ടുകാടെത്തും. കുത്തനെയുള്ള ഇറക്കം വലിയ സഞ്ചാരയോഗ്യമല്ലാത്തതുപോലെ തോന്നി. സന്ധ്യയ്ക്ക് കുളിച്ചൊരുങ്ങി കുറിയും തൊട്ടു വരുന്ന ഒരു നാടൻ പെൺകുട്ടിയെ പോലെയാണ് ഈ ഗ്രാമം. ഇവിടുത്തെ കാറ്റിന് മണ്ണിൻ്റെ മണമുണ്ട്. നീരുറവുകൾ ഉമ്മ കൊടുക്കുന്ന പച്ച മണ്ണിൻ്റെ മണം നമുക്ക് കിട്ടും. നെൽക്കതിരിൻ്റെ പച്ചപ്പും മലനിരകളുടെ ശാന്തതയും നമ്മളെ വീണ്ടും കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. ഗ്രാമഭംഗി ഒപ്പിയെടുക്കാനും ഈ നാടിൻ്റെ സ്പന്ദനം മനസ്സിലാക്കാനും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരാറുണ്ട്. എൻ്റെ ഓർമ്മച്ചെപ്പ് തുറന്ന് എന്നിലെ 8 വയസ്സുകാരനെ പുറത്തു കൊണ്ടുവന്ന ഹരിതഭൂവിന് നന്ദി. നന്മയും നൈർമല്യവും തേടിയുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് വിരാമമില്ല. കരിപിടിക്കാത്ത ഓർമ്മകളും കറപുരളാത്ത ജീവിതങ്ങളും സാക്ഷി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ മുട്ടുകാട് എന്ന സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വയലും പാടവും ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഇടങ്ങളിൽ ഇതുപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേരും കമൻറ്റ് ചെയ്യുക. നമുക്ക് വരുമ്പോൾ ആ ഭാഗം കവർ ചെയ്യാവുന്നതാണല്ലോ. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. നല്ലൊരു എപ്പിസോഡായിട്ട് അടുത്ത തവണ കാണാം. ബൈ ബൈ.